എൻ്റെ പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഈ വീഡിയോ സീരീസിലെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ടുള്ള ചെലവ് എങ്ങനെ ഞാൻ കണ്ടെത്താനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ഗോളായിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. എൻ്റെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ പ്രതിപാദിക്കുന്ന 5 വീഡിയോകൾ അടങ്ങുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനൊരു വീഡിയോ സീരീസ് ചെയ്യാറുണ്ട്. ഇതുവഴി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയുന്നതിന് പുറമെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 2 കുട്ടികളാണുള്ളത്. അവർ 6ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അതായത് ഏകദേശം ഒരു 7 വർഷവും ഒരു 9 വർഷവും ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾക്ക് അവരുടെ പഠനത്തിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചെലവ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഒരു 5, 6, 7 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് നല്ല നേട്ടം കിട്ടുന്ന നിക്ഷേപ പദ്ധതികളിൽ വേണം നിക്ഷേപിക്കാൻ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എപ്പോൾ പൈസ വേണം, എന്തുമാത്രം പൈസ വേണം, നിങ്ങൾക്ക് എന്തുമാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. അല്ലാതെ എല്ലാവരും ഒരു ചിൽഡ്രൻ പ്ലാൻ എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നു, എല്ലാവരും സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നുണ്ട്, ഞാനും സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നു, എല്ലാവരും മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നുണ്ട്, ഞാനും മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നു എന്നുള്ള ഒരു തരം കാര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യാനുള്ള സാധ്യതയില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം പൈസ എപ്പോൾ എന്ത് കാര്യത്തിന് എന്തുമാത്രം ഉറപ്പോടെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിക്ഷേപിക്കാൻ. അപ്പോൾ എൻ്റെ ആ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് നിക്ഷേപം ഉണ്ട് എന്ന്. ആ സ്റ്റോക്ക് നിക്ഷേപത്തിൻ്റെ 30% പൈസ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ്. അതായത് 1 ലക്ഷം രൂപയാണുള്ളതെന്നുണ്ടെങ്കിൽ 30,000 രൂപ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മളുടെ ആസ്ക് റുപ്പീമെന്റ് സർവീസിന്റെ പെയ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അറിവുള്ള ക്രോഡ്പതി പ്രോഗ്രാം എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാം വഴിയും മറ്റുള്ള ചില സ്വിംഗ് സ്റ്റോക്കുകൾ വഴിയും കുറച്ച് എമൗണ്ട് സ്മോൾ കേസുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ബാസ്ക്കറ്റുകൾ വഴിയുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രധാനമായിട്ടും 3 സ്കീമുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, പരാഗ് പരീഖിന്റെ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് SIP രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അതുമാത്രമല്ല, അത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ചില പ്രത്യേക സ്റ്റോക്കുകളിൽ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അലോക്കേഷൻ, ലാർജ്, സ്മോള്, മിഡ് കമ്പനികളിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അലോക്കേഷന് പുറമെ ഒരു അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പരാഗ് പരീഖ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മറ്റ് 2 മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് പ്രധാനമായിട്ടും മിറേ അസറ്റിന്റെ ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള ഫണ്ടും ആക്സിസിന്റെ ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുമാണ്. ഈ 2 ഫണ്ടുകളും അത്ര ഒരു വലിയ രീതിയിലുള്ള ആൽഫ തരുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഗെയിൻ തരുന്നില്ല എന്നത് കണ്ടതുകൊണ്ട് നമ്മൾ അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഫണ്ടുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ട് ഈ പുതിയതായിട്ട് നമ്മളൊരു ഫണ്ടിൽ, ആ ഫണ്ട് ഒരു ഇൻഡെക്സ് ഫണ്ടാണ്, UTI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൽ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 2 ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിലും UTIയുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലുമാണ്. അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് എമൗണ്ട് ആക്സിസ് ബ്ലൂ ചിപ്പിലും മിറേ അസറ്റ് ലാർജ് ക്യാപ്പിലും. ഈ ഫണ്ടുകൾ എനിക്ക് യോജിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ ഈ ആക്സിസ് ബ്ലൂ ചിപ്പിൽ നിന്നും മിറേ അസറ്റിൽ നിന്നും കുറേശ്ശെയായിട്ട് ഞാൻ പൈസ പിൻവലിക്കുന്നു എന്നുള്ളത്
നിങ്ങളും ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ ഫണ്ടുകൾ കണ്ടിന്യൂ ചെയ്യണം, ഏതൊക്കെ ഫണ്ടുകൾ സ്റ്റോപ്പ് ചെയ്യണം, ഏതൊക്കെ ഫണ്ടുകളിൽ നിന്ന് എടുക്കണം എന്നുള്ളത് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഇനി ആ ഒരു തീരുമാനം എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മകളുടെ പേരിൽ ഒരു സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സോവറിൻ ഗ്യാരണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ ഉറപ്പോടുകൂടി നമ്മൾക്ക് ഏകദേശം 8% മേളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരേ ഒരു സ്കീമേ ഈ സമയത്ത് നിലവിലുള്ളൂ. സുകന്യ സമൃദ്ധി യോജനയാണ്. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് സഹായിക്കുന്ന ഒരു നല്ല ഒരു പദ്ധതിയാണ് ഈ സുകന്യ സമൃദ്ധി യോജന. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ചെറിയ അളവിൽ ഗോൾഡ് RBIയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങി നമ്മൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റല്ലാത്തൊരു അക്കൗണ്ടിലോ ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന സംവിധാനമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. എന്തുകൊണ്ട് മറ്റുള്ള രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ അത്ര ഒരു മെച്ചം മറ്റേത് സ്വർണ്ണ നിക്ഷേപ രീതിക്കും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കടയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ നിങ്ങൾക്ക് പണിക്കുറവ്, പണിക്കൂലി എന്നൊക്കെ പറഞ്ഞ് പലവിധ ചാർജുകളാണ്. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഒരു സ്വർണ്ണാഭരണം വാങ്ങിയിട്ട് ഈ ജ്വല്ലറിയുടെ പുറത്ത് കടന്ന് നിങ്ങൾ തിരിച്ച് ജ്വല്ലറിയിൽ പോയിട്ട് ആ സ്വർണം കൊടുത്ത് പൈസ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലക്ഷത്തിന് വാങ്ങിയതിന്റെ വില അപ്പോൾ തന്നെ 80,000 85,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അത്രയും മോശമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് സ്വർണ്ണ ആഭരണങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണം നിക്ഷേപിക്കേണ്ടതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പോസ്റ്റ് ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചോ വാങ്ങുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നിക്ഷേപം, സ്വർണത്തിലുള്ള നിക്ഷേപം നിങ്ങളുടെ ടോട്ടൽ അസറ്റിന്റെ ഒരു 5% കൂടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നിങ്ങൾക്ക് 1 കോടി രൂപയുടെ മൊത്തം അസറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷം രൂപ വരെ മാത്രമേ സ്വർണത്തിന്റെ ആവശ്യമുള്ളൂ. ഇത് കൂടാതെ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകളും ബോണ്ടുകളും കൂടെ നമ്മൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഗോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ ഗോളുകൾക്കും ഒരു ബാലൻസ് ഉണ്ടാവുന്നത് നന്നായിരിക്കും. അതിൽ ഇക്വിറ്റി നിക്ഷേപങ്ങൾ മാത്രമാവരുത്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രമാവരുത്. അതായത് നമുക്ക് സേഫ്റ്റി ഉള്ളതും സേഫ്റ്റി ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ കോമ്പിനേഷൻ വെച്ച് വേണം ഗോളുകളെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു മാർഗം പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും ബോണ്ടുകളും കൂടെ ഈ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പരിഗണിക്കും. ഇങ്ങനെയാണ് ഞാൻ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗോളിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് നിക്ഷേപത്തിന്റെ 30%, പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ടും, UTI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടും, സോവറിൻ ഗോൾഡ് ബോണ്ടും, സുകന്യ സമൃദ്ധി യോജനയും, കുറച്ച് FDയും കുറച്ച് ബോണ്ടും കൂടെയാണ് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. മറ്റ് 2 ഗോളുകളെ പറ്റിയിട്ട് പറയുന്ന വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കാര്യം, റുപ്പി ബാങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം.